പേന കൊണ്ട് തല്ലി. സിനിമ ഡയറക്ടർമാർ എന്നെ നാക്കുകൊണ്ട് തല്ലി. അങ്ങനെ തല്ലുകൊണ്ടുകൊണ്ട് ഞാൻ തളരാതെ വളരും. ആർക്കും എന്നെ തടുക്കാനാവില്ല. എന്റെ പുതിയ ഗാനം കേട്ടോ. പാൽക്കാരി പെണ്ണേ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, പച്ചേട്ടൻ പാടിയ പാട്ടു നീ കേട്ടോ, പാവാട ഇട്ടോണ്ട് ഓടല്ലേ കേട്ടോ. എങ്ങനുണ്ട് എന്റെ പാപ്പാ പ്രാസം? ഓ, നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് വിചാരിച്ചില്ല. താങ്ക് യു, താങ്ക് യു. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടോ? നോ, റിയലിസ്റ്റിക് പോയട്രി. ആർക്കും പിടിയിട്ടു. അല്ലാതെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നൊന്നും ഞാൻ എഴുതിയില്ല. കാരണം ഓർമ്മകൾ ആടുകളെയോ പശുക്കളെയോ പോലെ മേയാറില്ല. ഇനി അഥവാ മേഞ്ഞാൽ തന്നെ ആരും മിറ്റത്ത് കയറാൻ സമ്മതിക്കില്ല, അടിച്ചോടിക്കും. വന്ന് കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ഡാഡി, ഇതാ ഉണ്ണി. ആഹാ, ഇരിക്കി. ഞാൻ ഉണ്ണിയെ കണ്ട് നന്ദി പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ? അല്ല, അന്ന് ഇവനിട്ട് 4 കൊടുത്തില്ലേ? അതിന് തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാ. 2 കൊടുത്താലോ എന്ന്. പക്ഷെ അത് തരപ്പെട്ടില്ല. അപ്പൊ ഉണ്ണി ഒരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒരു 7 കൊടുത്തേക്കാം. എന്തിനാ ഏതിനാന്നും ചോദിക്കണ്ടെന്നേ. അല്ലാതെ ഇതിന് മരുന്നില്ലെന്നേ. അയ്യോ, ഞാൻ കൂലി തലയായിരുന്നല്ല. അന്ന് ആളറിയാതെ. ആരാ പുതിയ ആളുകളൊക്കെ? മമ്മി, ഇതാ മിസ്റ്റർ ഉണ്ണി. അതുപോട്ടെ, ഉണ്ണി നല്ലൊരു ഫുട്ബോളറാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ഗെയിമാ. ഏത് പൊസിഷനാ കളിക്കുക? ഞാൻ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പറാണോ? ഗോൾ കീപ്പർ എന്നതിന്റെ ഒരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റിയതാണ്. ഗോളിയാണ് ഹീറോ. ചുരുക്കി പറയാം, ഉദ്വേഗജനകമായ ക്ലൈമാക്സിൽ കളി തീരാൻ 1 സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ഗോളി, അതായത് നമ്മുടെ ഹീറോ, ഒറ്റയ്ക്ക് പന്തുമായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എതിർ ടീമിന്റെ പെനാൽറ്റി ഏറിയയിൽ നിന്നും വലവശത്തേക്ക് നീണ്ടി ഒരൊറ്റ അടി. ഗോൾ! ഗോളി എങ്ങനെ ഗോൾ അടിക്കുന്നത്? അത് സിനിമയിൽ ഹീറോയ്ക്ക് എന്തും ചെയ്യാമല്ലോ. നമ്മൾ ദൂതം കാണുന്നല്ലേ. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? അവന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. മോൻ ഇവിടെ ഇരിക്കണ്ട. ആദ്യമായിട്ടൊന്നുമല്ലേ. വരൂ, ചായ കുടിക്കാം. പോയി ചായയും ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് വരും. അപ്പോഴേക്കും ഞാൻ കഥ വിശദമായിട്ട് പറയാം. അല്ല വേണ്ട, ഞാനും കൂടെ വരാം. അവിടെ ഇരിക്കണം.